വന്നത് അല്ല കുഞ്ഞെ, അവിടെ എൻ്റെ സ്ഥലം കിടപ്പില്ലേ? എന്താ ഇവിടെ? അത് ഏത്? ആ റോഡ് ഇങ്ങോട്ട് വന്നാൽ ഇത് കിടക്കുന്ന സ്ഥലം. അത് അങ്ങോട്ടുള്ള റോഡിനുള്ള സ്ഥലമാണ് മതിലിനി ഇപ്പം കിടക്കുന്നത്. അതെ. സെബാസ്റ്റ്യൻ എവിടെ തെളിച്ചെവിടെയാ? ആ കാണിക്കാം, അതിനല്ലേ നമ്മൾ വരുന്നത്. ഇതാൻ്റെ കോഴിക്കോട് ഇത് പുതിയ ടെക്നോളജി ഉപയോഗിച്ച് ഉണ്ടാക്കിയേക്കുന്ന ഹൈടെക് കോഴിക്കോട്. പക്ഷേ ലൈസൻസ് ഇല്ലാതെ നടത്താൻ പറ്റുമല്ലോ. ഇത് ആധുനിക രീതിയിൽ ഒത്തിരി കോഴി വളർത്താൻ നല്ല പൈസ കൊടുക്കണ്ടല്ലോ. ഉണ്ട്. സ്വർണ്ണം വിറ്റിട്ട് മേടിച്ചോ? സ്വർണ്ണം വിറ്റിട്ടല്ലേ? എന്തെല്ലാം ടെക്നോളജി ഇല്ല അല്ല ചെയ്ത് വെള്ളവും കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരാൻ പാകത്തിന്. ഇത്രയും ഈ കമ്പി സംഭവങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇത്രയും ചെയ്യുന്നതിന് തന്നെ എന്താണ് ഒരു 2 ലക്ഷം രൂപ മുടക്കം വന്നിട്ടുണ്ട്. പക്ഷേ ലൈസൻസ് ഇല്ല. എനിക്ക് ലൈസൻസ് വേണം. അതുകൊണ്ടല്ലേ ഒന്നും ചെയ്യാതിട്ടേക്കുന്നത്. ആരാ? ഓ, പിന്നെ ഇപ്പം ഇങ്ങനെ ഓരോ വിഷയം വന്നത് കാരണം പിന്നെ അതെല്ലാം പിന്നെ അതിൻ്റെ മൂട് പോയില്ലേ. ഇതെവിടെയാ ഇത് പണിയിപ്പിച്ചത്? ഇത്രയും സംഭവങ്ങൾ എത്ര കോഴി ഇത് മേടിച്ചത്? എന്തോ അത് മേടിച്ചാണോ? ഇത് എത്ര കോഴീനെ വളർത്താനുള്ള സൗകര്യം? അതൊരു 150 എണ്ണത്തിനേലും വളർത്താം. മൊത്തം പിടിച്ചോ, നല്ല ഭംഗിയുണ്ട്. കാരണം നമുക്ക് ഇതുപോലെ ചെയ്യണം. ഇത് കൊടുക്കുന്നുണ്ടോ? ഇനി വിൽക്കുന്നുണ്ടോ? പിടിച്ചത് നമുക്ക് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിലേ അങ്ങനെ വരെ പിടിച്ചോ. നമുക്ക് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ അന്ന് അവരിവിടെ ഇതെല്ലാം നോക്കാൻ വന്നപ്പോഴത്തേനും ഇതെല്ലാം മാറി മുറ്റത്തിട്ടായിരുന്നു. അതല്ലേ? ആരാ നോക്കാൻ വന്നേ? എന്നാ ഏതാണ്ട് ഒരു വലിയ ഉപ്പ് കൊണ്ടുവന്നില്ല ഇങ്ങനെ പിടിച്ച് നോക്കുന്നത്. പേരനെ ഇങ്ങനെ പിടിച്ച് നോക്കുന്നത്. എന്നെ അതിൻ്റെ അകത്ത് എല്ലാം കുഴിച്ചിട്ടിട്ടുണ്ടോ നോക്കുന്നത്. അങ്ങനെ നോക്കിയായിരുന്നോ? ആ മതിലിൽ പറഞ്ഞുണ്ട്. ആ വീടിന് ഇപ്പോൾ ഇങ്ങോട്ട്. ഇതാണ് വീനാട് വീട്. ഈ കാണുന്നതല്ലേ? സിജി ഇങ്ങോട്ട് വാ. ഈ ഷെഡിന് തന്നെ ഇപ്പോൾ 2 ലക്ഷം ഒരു 5-20 ലക്ഷം രൂപ മുടക്കം വന്നിട്ടില്ല. കേരള ബാങ്കിൽ നിന്ന് ലോൺ എടുത്താ. ഇത് ബാങ്കിന്ന്? കേരള ബാങ്കിൽ നിന്ന്. എന്താ പദ്ധതി പെടുത്തിയിട്ടത്? കോഴി വളർത്ത് അതൊക്കെ എത്ര ലക്ഷം രൂപ ലോൺ എടുത്തു? 7 ലക്ഷം എടുത്തു. അപ്പം 10 രൂപ അടുത്ത് മുടക്കമുണ്ട് ഇതിന് മൊത്തം. എന്നിട്ട് കോഴി കിട്ടൂല? കോഴിയെ കുറേ വളർത്തി. മെച്ചമായിരുന്നോ? ഇല്ലില്ല. പക്ഷേ മുട്ടക്കോഴിക്കായിട്ടുള്ളതല്ലേ? മുട്ടക്കോഴി ഉണ്ടായിരുന്നു, പൂവനും ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് പൂവൻ കോഴി കൊട്ടും വില. തീറ്റയൊക്കെ കൊടുക്കുന്നത് ഞാൻ പച്ചക്കറിയൊക്കെ എടുത്തുകൊണ്ട് അരിഞ്ഞ് വേവിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഗോതമ്പ് തവിടും അരിത്തവിടും എല്ലാം കൂടെ ചേർത്ത് കൂട്ടി കുഴച്ച് ഒരു അത് വളരണമെങ്കിൽ ഒരു 4-5 വർഷം വേണം. 5 മാസമൊക്കെ ആകുമ്പോൾ തന്നെ ഇറച്ചിക്കാവും. അങ്ങനെ പിന്നെ കൊണ്ടുവന്നിട്ട് കണ്ടില്ല ഓരോ കുഞ്ഞിലെ കൊണ്ടുവന്നിടാനുള്ള കൂടുകളായത്. കറണ്ട് കൊടുത്ത് വേണം വളർത്താൻ. അങ്ങനെയൊക്കെ വളർത്തി ഞാനൊരു 4-5 വർഷത്തോളം വളർത്തി. 5 വർഷം വളർത്തി. ഈ സെബാസ്റ്റ്യൻ എവിടെയായി കുഴി കുഴിച്ചിട്ടൊന്നുമില്ല. അതിൽ ഇവിടെ വന്ന് പറമ്പ് തെളിച്ചെന്നുള്ളതേ ഉള്ളൂ. അതാ വീനാട് വീട്. അതാണ് വീനാട് വീട്. ആ കാടിൻ്റെ അകത്ത് കാണുന്നേ കാട് അവരുടെ മുറ്റം വരെ എൻ്റെ പറമ്പ്. അതാ കാട് പിടിച്ച് കിടക്കുന്നു. അങ്ങോട്ട് വഴിയില്ലേ? ഇല്ല. അങ്ങോട്ട് അതാണ് വീനാട് വീട്ടിലേക്ക് നിലവിൽ നടപ്പുവഴി പോലും ഇല്ലേ? ഇല്ല. അവർക്ക് അരുക്കുറ്റക്കോടിൻ്റെ സൈഡിൽ താമസിക്കുന്നവർ അരുക്കുറ്റക്കോടിയിൽ നിന്ന് അവർക്ക് വഴിയുണ്ട്, നടപ്പ് വഴി. അവർക്ക് അത് പോരാ. അവർക്ക് ഇതിൻ്റെ അകത്തോടെ റോഡ് തന്നെ വേണം. അത് 10 പൈസ പോലും തരികയില്ല. അത് കോഴിയുടെ വേസ്റ്റ് ഇടാനുള്ള. ഇല്ലല്ലോ, ഇപ്പോൾ ഇടാനില്ലല്ലോ. അന്ന് കോഴിക്കോട് ഉണ്ടായിരുന്നപ്പോൾ വേസ്റ്റ് ഇടാനായിട്ട് ഉണ്ടാക്കിയത്. ഇപ്പോൾ അതില്ലല്ലോ. അതായത് ഇപ്പോൾ ബീനയ്ക്ക് ആ വീട്ടിലേക്ക് വീട് കട്ടയും സിമെൻറ്റൊക്കെ കൊണ്ടുവന്ന് പണിതിട്ടുണ്ടല്ലോ. അപ്പോൾ ആ പണി സാധനങ്ങളൊക്കെ ഏത് വഴിയാണ് വന്നത്? തലച്ചോടായിട്ടാണ് വന്നത്. ആയിരിക്കും. അവിടെ നിന്ന് അധികം ദൂരമല്ല, കുറച്ചടേ ഉള്ളൂ. അതെ അല്ലേ? ചേച്ചിനെ കുറിച്ച് ബീന കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ജനങ്ങളോടായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് കാരണം? അവർക്ക് ആ റോഡിൽ നിന്ന് അവരുടെ വീട് വരെ റോഡ് വേണം. എവിടുന്ന്? എൻ്റെ അവിടെ മാരനാട് റോഡില്ലേ, മാരനാട് റോഡിൽ നിന്ന് എൻ്റെ റോഡിലോട്ട് വന്ന് എൻ്റെ വീടിൻ്റെ അവിടെ വരെ വന്നിട്ട് ഈ പറമ്പിൽ കൂടെ അവർക്ക് അവരുടെ മുറ്റത്തോട്ട് റോഡ് കിട്ടണം. അത് ഞങ്ങൾ മേടിച്ചിരിക്കുമെന്നാണ് പറയുന്നത്. പല പ്രാവശ്യം എന്നെ വെല്ലുവിളിച്ചിട്ടുണ്ട്. ബീന വിളിച്ചിട്ടുണ്ട്. പല പ്രാവശ്യം വെല്ലുവിളിച്ചത് ഞങ്ങൾ ഇതിലെ റോഡ് കൊണ്ടുപോയിരിക്കുമെന്ന്. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് പറമ്പ് തെളിക്കാതെ ഇവിടെ ഒന്നും ചെയ്യാതെ. ഇതിപ്പോൾ ഞാൻ എനിക്കങ്ങോട്ടൊന്ന് ഇറങ്ങണ്ടേ? ഞാൻ വെട്ടിത്തെളിച്ചു. എനിക്കങ്ങോട്ടൊന്ന് ഇറങ്ങണം. അതായത് അവിടെ ആ തെങ്ങിൻ്റെയൊക്കെ ചോട്ടെ തേങ്ങ വീണൽ എടുക്കണമെങ്കിൽ വയലൊക്കെയുള്ള അതിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ തെളിച്ചു. ഈ സെബാസ്റ്റ്യന് ഈ വണ്ടിയായിട്ട് വന്നിട്ട് ഇവിടെ എന്താ ചെയ്തേ? എന്ത് ചെയ്തെന്ന് ചേച്ചിക്ക് തോന്നിയേ? പറമ്പ് തെളിച്ചു. പറമ്പ് എങ്ങനെ തെളിച്ചു? ഞാൻ വരുമ്പോൾ ഇവിടെ എല്ലാം തെളിഞ്ഞു കിടക്കുമോ? കളച്ചാണ് കുഴിയെടുത്ത് കാടിൽ ഇറക്കി അതിനകത്തിട്ട് മൂടിയതായിരിക്കും. അതായത് ഈ പറമ്പ് ആ പൈസ ചേച്ചി കൊടുത്തോ? ഇല്ല. ഞാൻ എൻ്റെ അനുവാദമില്ലാതെ വന്ന് ചെയ്തതിന് ഞാൻ എത്ര പൈസ കൊടുക്കുന്നു? അപ്പോൾ ഒരാൾ JCB ആയിട്ട് വന്ന് പറമ്പ് ചുമ്മാ JCB വരികയല്ലോ. അതുകൊണ്ടല്ലേ പറഞ്ഞത്. അതുകൊണ്ടല്ലേ പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് സ്ഥലം നോക്കാൻ ആൾ വരുന്നുണ്ടെന്നാണ്. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടുന്ന് ഒരു മണം വന്നെന്ന് പറയുന്നത് സ്മെല്ല്? അത് എനിക്കറിയത്തില്ല. എനിക്ക് വന്നിട്ടില്ല. എനിക്കൊട്ട് അറിയത്തുമില്ല. അതന്നെയല്ല സ്മെല്ല് വന്നെന്ന് ചാനലിൽ പറയുന്നത് കേട്ടോ. സ്മെല്ല് വന്നെങ്കിൽ പിറ്റേ ദിവസം അവിടെ ഈച്ച കൂടണ്ടേ? പിറ്റേ ദിവസമല്ല, അന്നേരം തന്നെ ഈച്ച കൂടണ്ടേ? ഈ സ്മെല്ല് വന്ന സമയത്താണോ ഈ സെബാസ്റ്റ്യൻ JCB ആയിട്ട് വന്നത്? ആർക്കറിയാം? എനിക്കിതിലാലൊന്നും അറിയത്തില്ല. ഞാനിങ്ങനെ ഒരു മണം ഇവിടെ അനുഭവിച്ചിട്ടുമില്ല. നാട്ടുകാരോട് ആരോട് ചോദിച്ചു കഴിഞ്ഞാലും
പറയും അറിയുന്നതാണ്. പറയും, പക്ഷേ എനിക്കറിയത്തില്ല. ആരോടെങ്കിലും ചോദിച്ചു നോക്കാം, ആരെങ്കിലും പറയുന്നുണ്ടോ ഇങ്ങനെ ഇതുപോലെ ചീഞ്ഞ നാറി മണം വന്നിട്ടുണ്ടോ എന്ന് ചോദ്യം. എനിക്കറിയത്തില്ല, എനിക്ക് വന്നിട്ടില്ല. അഥവാ ഇനി നാട്ടുകാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ? ഇല്ല. പഞ്ചായത്തിൽ നിന്ന് ഹെൽത്തി സാധാരണ സ്മെല്ലൊക്കെ വന്നു കഴിയുമ്പോൾ ഹെൽത്തിൽ നിന്നും അതുപോലെ തന്നെ പഞ്ചായത്തിൽ നിന്നൊക്കെ ആൾക്കാർ വരുമല്ലോ, ഇവിടെ സ്മെല്ലുണ്ടല്ലോ എന്ന് പറയുമല്ലോ. ഈ ചാനലിൽ ഇവർ പറഞ്ഞതേ ഞാൻ കേട്ടിട്ടുള്ളൂ, അല്ലാതൊന്നും എനിക്കറിയത്തില്ല. ആരും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുമില്ല. അത് തന്നെയല്ല, ഈ സ്മെല്ല് വന്നെങ്കിൽ അവിടെ ഈച്ച എടുക്കണ്ടേ? വരികയല്ലേ? ഈച്ച എടുത്ത് അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണാനുള്ളത് നാട്ടിൻപുറത്ത് ഒരു സ്മെല്ല് വന്നു കഴിഞ്ഞാൽ നമ്മൾ അസഹനീയമായിട്ട് നമുക്ക് ആൾക്കാർക്ക് ശ്വസിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ സാധാരണ പ്രത്യേകിച്ച് മനുഷ്യ മാംസങ്ങൾ ചീഞ്ഞ് അളിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഉള്ളൊരു സ്മെല്ലായിരിക്കില്ല, വളരെ ഒരു ബാഡ് സ്മെല്ലായിരിക്കും. അങ്ങനെ ഒരു ബാഡ് സ്മെല്ല് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒന്നെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ പഞ്ചായത്ത് അധികാരികളോ അതുപോലെ വേണ്ടപ്പെട്ട ഈ നാട്ടിലുള്ള പഞ്ചായത്ത് മെമ്പറൊക്കെ വന്നിട്ട് എന്താണ് ചോദിക്കും. അങ്ങനെ ചോദ്യം വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങളതാണെങ്കിലും ഡിക്റ്റ് ന്യൂസും അതുപോലെ ഹാർട്ട് ഫാർമും ഇവിടെയുള്ള പഞ്ചായത്ത് മെമ്പറോട് ഞങ്ങൾ പോയി കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. ഇങ്ങനെ സ്മെല്ല് ഉണ്ടായിട്ടുണ്ടോ, ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഇവിടെ കിട്ടിയിട്ടുണ്ടോ, ഈ നാട്ടിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം ക്ലാരിഫൈ ചെയ്യണം. അല്ല ജിയെ, സ്മെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് അത് ഞാൻ അറിയണ്ടേ. എന്റെ പറമ്പിലാകുമ്പോൾ ഞാനത് അറിയേണ്ട കാര്യമല്ലേ? ഞാൻ അറിഞ്ഞെങ്കിലല്ലേ അത്. ഈ സ്മെല്ലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല, ഇപ്പൊ ഈ ചാനലിൽ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ചാനലിൽ കൂടെ പറഞ്ഞ പോരല്ലോ. അത് തന്നെയല്ല, എന്നെ പോലുള്ള ഒരാൾ ഈ തേജോവധം ചെയ്തിട്ടുള്ള ഗുണം എന്നാ? എന്തിനാത് പറയുന്നത്? ചാനലുകാർ ഇത്ര ദൂരെ നിന്നൊക്കെ വരുന്നവർ സത്യം അറിയാൻ വരുന്നവരോട് ഈ കള്ളത്തരം പറയുന്നത് എന്തിനാ എനിക്കറിയത്തില്ല. ചാനൽ കണ്ടപ്പോഴല്ലേ ഞാൻ അറിയുന്നത്. എനിക്കെന്നാ തോന്നാനാ? അതുവരെ കണ്ടത് പിള്ളേർ മകനെ കൂടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞില്ലേ, അതൊക്കെ എന്നാ ഇതിനൊക്കെ ഉത്തരം തന്നെ ഞാൻ പറയേണ്ടത്. അതിന്റെ പറയില്ല, റോസമ്മയുടെ വീടിന്റെ കോഴിഷെഡിന്റെ പുറകിലായിട്ട് വരും അല്ലേ? അതെ അല്ലേ. ഇവിടെ ഈ ഐഷ ഇങ്ങനെ കാണാറുണ്ടോ? എന്നാ ഉണ്ട് അവസാനമായിട്ട്? ഞാനിപ്പോ ഓർമ്മയില്ല, ഈ ഞങ്ങളുടെ വീട്ടിൽ കൂടെ അവർ പോയത് അവസാനം. അതെയോ? അങ്ങനെ ഐഷ നാട്ടിൽ തങ്ങാറുണ്ടായിരുന്നോ? ഐഷ നാട്ടിൽ തങ്ങാറുണ്ടായിരുന്നോ? ഐഷ അവിടെ താമസിക്കല്ലേ? അതെയോ? അവരുടെ സ്ഥലം ഇവര് രണ്ടാമത് മേടിക്കത്തില്ല. റോസമ്മ കാണാൻ പിടിക്കായിരുന്നു ഐഷ. ഐഷ കാണാൻ കുഴപ്പമില്ലായിരുന്നു. അതെയോ? സെബാസ്റ്റിൻ്റെ കൂടെ വല്ല ഐഷനെ കണ്ടിട്ടുണ്ടോ? സെബാസ്റ്റിൻ്റെ കൂടെ ഐഷനെ കണ്ടിട്ടുണ്ടോ? ഈ സബാഷിന്റെ കൂടെ ബിന്ദുവിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല, ബിന്ദു അവിടെ അല്ലേ. നമ്മള് ഈ മിക്സിംഗ് ആയി ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോഴാണ് ബിന്ദു പത്തനാമന്റെ കേസ് നമ്മളറിയാം. ഇവിടെ വരുമായിരുന്നല്ലേ? സെബാസ്റ്റിൻ എങ്ങനെയാ വന്നെ ഇവിടെ? സെബാസ്റ്റിൻ കാറയിലൊക്കെ വരുമായിരുന്നു. കാറയിൽ തന്നെ കാറെ കൊണ്ട് അവരെ വീട്ടിലിടുന്നു. ആരുടെ വീട്ടിലിടുന്നേ? മുറ്റത്താണ് ഇടുന്നേ? അതെ അല്ലേ. ഈ മുറ്റത്ത് ഇട്ടിട്ട് പെരക്കകത്ത് കയറുമായിരുന്നോ? ഞാൻ കണ്ടിട്ടില്ല. അവിടെ അതിലൂടെ പോകുന്ന ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് പുള്ളിനെ അതിനകത്ത് കണ്ടിട്ടുണ്ട്. പെരക്കകത്ത് ആരും പറയുന്നില്ല. എന്തോ ആരും ഇത് റിപ്പോർട്ടായിട്ട് പറയുന്നില്ല. പറയുന്ന മാത്രമേ ഉള്ളൂ. എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട് സുഭാഷൻ വന്ന്? സുഭാഷൻ പലപ്പോഴും വന്ന് പോയിട്ടുണ്ട്. പിന്നെ ചേർത്തല വെച്ചൊക്കെ ബസ്സൊക്കെ അവരെ കയറ്റിക്കൊണ്ട് പോയിട്ടാണ്. ചേർത്തല വരെ റോസമ്മ ബസ്സിന് വരും. ബസ്സിന് വന്നിട്ട് അവിടെ നിന്ന് എൻ്റെ കൂടെ കൂട്ടുകാരൻ ഡ്രൈവർ കണ്ടിട്ട് അതായത് സുഭാഷിൻ്റെ കാറയിൽ റോസമ്മ സഞ്ചരിക്കാറുണ്ട്. റോസമ്മേനെ റോസമ്മയുടെ അടുത്ത് ഞങ്ങൾ പോയിരുന്നു. റോസമ്മ പറഞ്ഞാൽ ഒരിക്കൽ പോലും സുഭാഷിൻ്റെ കാറയിൽ പോയിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറയുള്ളൂ. എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട് ചേട്ടാ? ഞാൻ കണ്ടിട്ടില്ല. കൂട്ടുകാരൻ പറഞ്ഞു. അതെയോ? കൂട്ടുകാരൻ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ബസ് ഓടിക്കുക. ആ കൂട്ടുകാരൻ്റെ പേരെന്നാ? വിജയൻ എന്ന പേര്. വിജയൻ. ബട്ട് ഇപ്പം പുള്ളി നിലവിൽ ഇപ്പോൾ വണ്ടി ഓടിക്കുന്നുണ്ടോ? ഇപ്പോൾ വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവന് വണ്ടി ഡ്രൈവറായിട്ടല്ല, മറ്റേ ഗ്യാപ്പ് പോയി വണ്ടി ഫ്രണ്ടിലെ വണ്ടിയുടെ അവർ ഗ്യാപ്പ് സമയം എടുക്കാതിരിക്കാൻ വേണ്ടി ഗ്യാപ്പ് പോകുന്ന പറയുന്നത്. ഓഹോ, അതല്ലേ. എവിടെ താമസിക്കുന്ന പുള്ളി? അതെയോ? തൊട്ടടുത്താണോ? കുറച്ച് പോകണം. അതെയോ? ഈ അമ്പലത്തിനപ്പുറം. അമ്പലത്തിൻ്റെ ചേട്ടാ ഈ റോസമ്മ സ്വഭാവമൊക്കെ എങ്ങനെയാണ് ചേട്ടാ? റോസമ്മ എല്ലാം കൈയടക്കുന്ന സ്വഭാവമാണ്. 44 സ്ഥലങ്ങളും മറ്റൊന്നും ആർക്കും ഒന്നും വിട്ടുവീഴ്ച ചെയ്യാം. പണത്തോടുള്ള അത്യാഗ്രഹമാണോ? അത് തന്നെ അല്ലേ. ഈ റോസമ്മയോട് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ നാട്ടിൽ? ആർക്കും ഇഷ്ടമല്ല. എല്ലാവരും ഉടക്കാൻ. എല്ലാവരുമായിട്ട് എന്താ എല്ലാവരുമായിട്ട് ഉടക്കാൻ കാരണം എന്താ? അവർക്കറിയാവുള്ളൂ. അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ആൾക്കാരായിട്ട് ഉടക്കും. വഴി പിടിക്കാലോ മറ്റേ പിടിക്കാലോ മറച്ച് പിടിക്കാലോ. അതല്ലേ വഴിയുടെ പ്രശ്നങ്ങളാണ് മെയിനായിട്ട് തന്നെ റോസമ്മയായിട്ട് ഉടക്കുക. ഈ കോഴിഷെഡ് എങ്ങനെയാ പണിതാക്കുന്നത്? കോഴിഷെഡ് പണിത് അവര് കോഴി വിൽക്കാനെന്നും പറഞ്ഞു. റോസമ്മയ്ക്ക് അധ്വാനിക്കാനാണോ അതിൻ്റെ അകത്ത്? അതറിയാൻ പറ്റില്ല. കോഴിഷെഡ് ഒരുപാട് നാളെ നിന്നില്ലെന്നേ ചേട്ടാ. കോഴിഷെഡ് കണ്ടിട്ടേ ഒരു ശ്മശാനത്തിലേക്ക് കയറി പോകുന്ന ഒരു മൂകതയാണ് അതിൻ്റെ അകത്ത്. ഞങ്ങൾ കയറിയായിരുന്നു. അതിൻ്റെ ഉള്ളിലൊക്കെ ഞങ്ങൾ കയറി കണ്ടായിരുന്നു. ഈ
ബിന്ദുവും ഐശ്വര്യ വല്ലതും അതിൻ്റെ അകത്തുണ്ടോ ചേട്ടാ? അറിയാൻ പറ്റില്ല, മാൻ നോക്കിയാലോ അറിയാം. അങ്ങനെ വല്ലതും പറയുന്നുണ്ടോ നാട്ടില്? ഇല്ല ഇല്ല. അല്ല ഇപ്പൊ ഐഷാന്റെ ചിലപ്പോ കാണുമെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ഇതെന്താണെന്ന് അറിയാൻ ഈ പറമ്പ് മേടിച്ചെന്ന് പറയുന്നുണ്ടല്ലോ, അതായത് ഞങ്ങൾ ചോദിച്ചു എന്തിനാ ഈ പറമ്പ് മേടിച്ചാക്കുന്നത്, മക്കളൊന്നും ഇല്ലല്ലോ, എന്തിനാ കിടന്ന് ഈ വയസ്സാം കാലത്ത് എന്തിനാ ഈ സ്ഥലം എന്ന് പറഞ്ഞപ്പം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ നോക്കാനും സംരക്ഷിക്കാനായിട്ടും വന്യ ആൾക്കാർക്ക് ആദായം എടുത്ത് ജീവിക്കേണ്ടതെന്നാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ഈ ആദായം എടുത്ത് ജീവിക്കാനായിട്ട് ആരായിട്ടാണ് അവിടെ വരാനിരിക്കുന്നത്? അവിടെ ആരും വരാറില്ല. അവരോട് ചോദിക്കാൻ പറ്റില്ല. അവരെ വീട്ടിൽ ഒരു സ്ത്രീ അവരെങ്ങനെ പോയെന്ന് അറിയാൻ പറ്റും. അവർ സ്വന്തക്കാരാന്ന് പോലെ ഒരു മിടുക്കി പെണ്ണിനെ കൊണ്ട് നിർത്തിയാൽ അത് പേരെനിക്ക് അറിയാൻ പറ്റും. ജൂലി. അവരിപ്പോൾ ഇല്ലല്ലോ, അവരെവിടെയാണെന്ന് അറിയാം. ജൂലി എവിടെയാട്ടാ? അതറിയാൻ പറ്റും. എത്ര നാൾ ഇവിടെ ഉണ്ടായിരുന്നു ജൂലി? 2-3 വർഷങ്ങളുണ്ടായിരുന്നു. അതെയോ? ഏത് നാട്ടുകാരിയാണെന്നറിയാവോ? അതൊന്നും അറിയാൻ പറ്റില്ല. അവരുടെ സ്വന്തമാണെന്നും പറഞ്ഞാൽ അവരുകൊണ്ട് നിർത്തിയത്. ഒരു മകനും ഉണ്ടായിരുന്നു. എത്ര വയസ്സുണ്ടായിരുന്നു അന്ന് മകന്? മകനെ അന്ന് 8ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലാണ് പഠിക്കും. ഏത് കാലഘട്ടത്തിലേട്ടാ അത്? ഇപ്പോൾ 3-4 വർഷം ആയിട്ടുണ്ട്. 5 വർഷം മുമ്പ് കാണാൻ പിടിക്കായിരുന്നു ജൂലി? അതെയോ? ജൂലിക്ക് എന്തായിരുന്നു ജോലി അവിടെ? ഒന്നുമില്ല, ഇവരെ നോക്കുക എന്നും പറഞ്ഞാൽ ഇവരെ സ്വന്തമാണെന്ന് വന്ന് നിൽക്കുമായിരുന്നു. കെട്ടിയാൻ വല്ലതും വരുമായിരുന്നോ? കെട്ടിയാനുണ്ട്. അവിടെ നിന്ന് നാട്ടിൽ നിന്ന് ഇടയ്ക്ക് ഒരാൾ വരുമായിരുന്നു എന്ന് പറയുന്നത്. എവിടുന്ന വന്നേന്ന് വല്ലതും അറിയാമോ? ജൂലിയായിട്ട് ഈ നാട്ടിൽ ആരെങ്കിലും കൂടുതൽ ബന്ധമോ അല്ലെ കൂട്ടോ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ലേ. അതിനങ്ങനെ കാരണം ഒരു നാട്ടിൽ വന്ന് നിൽക്കുമ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർ പള്ളിയിൽ പോകും, പള്ളിയിൽ പോയിട്ട് തിരിച്ച് അവിടെ പോകും. ജൂലിനെ കുറിച്ച് വേറെ നാട്ടിൽ ആരോടെങ്കിലും ചോദിച്ചാൽ അറിയാൻ പറ്റുമോ? ഒന്നും അറിയാൻ പറ്റും. അറിയാൻ പറ്റത്തില്ല. റോസമ്മ എത്ര നാൾ കോഴി ഷെഡിൽ കോഴി വളർത്തു? കോഴി വളർത്തിയത് ഒരു വർഷം 5-6 മാസം, ഒരു വർഷത്തിലുള്ള. എത്ര കോഴി ഉണ്ടായിരുന്നു അറിയാം? അതിൻ്റെ കോഴി ഉണ്ടായിരുന്നു. എന്നിട്ട് അവർ പിന്നെ ലാസ്റ്റ് വിൽക്കുകയായിരുന്നു കോഴി. എങ്ങോട്ടാ കൊടുക്കുന്നത്? ഇറച്ചിക്കായിട്ട് വിട്ട് പൊട്ട വിലക്കൊക്കെ 5 എണ്ണമൊക്കെ വെറുതെ 10-300-400 ഒക്കെ കൊടുക്കും. ആർക്കാ കൊടുത്തോണ്ടിരുന്നത് അങ്ങനെയൊക്കെ വന്ന് മറ്റേ കോഴി എടുക്കാൻ വന്നവർ എടുക്കുമായിരുന്നു. അതായത് മുട്ടക്കോഴിന്നല്ല വളർത്തോണ്ടിരുന്നേ? മുട്ടക്കോഴി അല്ല, ഇറച്ചിക്കോഴി. ഇറച്ചിക്കോഴി നാടൻ കോഴി പോലത്തെ കോഴിയായിരുന്നു. മുട്ടയൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. ചേട്ടാ ഞാൻ സംശയം ചോദിച്ചോട്ടെ, ഈ കോഴി വളത്തിലെ ഒരു പ്രഹസനമായിരുന്നു ചേട്ടാ? ആയിരിക്കാം. അല്ലെങ്കിൽ ഓഫറിൽ എങ്ങനെയാണ് കോഴി എടുത്ത് എങ്ങനെ മുടാകുന്നത്? 1 കിലോ കോഴിത്തീറ്റയ്ക്ക് എന്താണെങ്കിലും 5 കൊല്ലം മുമ്പ് എത്ര നാൾ മുമ്പായിരുന്നു കോഴി വളർത്തേ? ആ കൂട് കണ്ടിട്ട് വലിയ വഴക്കമുണ്ടെന്ന് തോന്നുന്നില്ലല്ലോ. ഒരു 5-6 വർഷത്തിനുള്ളിൽ കൂടുണ്ട്. ആ കോഴി ഷെഡും ആ നെറ്റും കൂടും എല്ലാം കൂടെ കൂടി പണിയുന്നതിന് എന്താണെങ്കിലും ഒരു 10 ലക്ഷം രൂപ മുകളിൽ 10-15 ലക്ഷം രൂപ മുടക്കില്ലേ? അത് കൂടുതൽ മുടക്കില്ലേ? അവരുടെ ആദായത്തിനൊന്നും വേണ്ടിയല്ലേ, അവരെന്തോ കാര്യങ്ങളുണ്ട് അതിനകത്ത്. നിഗൂഢതയുണ്ടല്ലേ? അല്ലാതെ അവര് ആ കാട് പിടിച്ചിറങ്ങും. അവർ കൃഷി ചെയ്യാൻ പോണോ എല്ലാം ചെയ്യാൻ പോകണം എന്നൊക്കെ പറഞ്ഞ് ചെയ്യും. എന്നിട്ട് ഒന്നും ചെയ്യത്തില്ല. ചേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആ സ്ഥലം മേടിച്ചെന്ന് പറയുന്നുണ്ടല്ലോ, ഈ സ്ഥലം മേടിച്ചെന്ന് ഈ പറയുന്ന സ്ഥലം നേരത്തെ അത് ആരുടെയായിരുന്നു? സ്ഥലം ആരുടെയായിരുന്നു? അത് ഗോവിന്ദാലയം ഒരു വക്കീലുണ്ടായിരുന്നു. അപ്പോൾ അതിന് വഴിയില്ലായിരുന്നു. അങ്ങനെ ഇവർ വന്ന് എടുത്തത്. അത് ആദ്യം എടുക്കാൻ വന്നത് സെബാസ്റ്റ്യനാണ് വന്നേ. എത്ര നാൾ മുമ്പ് സെബാസ്റ്റ്യൻ വന്നേ? അത് വർഷങ്ങളായി. ഒരു 10-15 വർഷം മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു. 15 വർഷം മുമ്പും ഈ റോസമ്മയായിട്ട് സെബാസ്റ്റ്യന് ബന്ധം ഉണ്ടായിരുന്നു ഉണ്ടല്ലേ? ആദ്യം വന്നാൽ അപ്പോൾ ഞങ്ങൾ ചോദിച്ചു സ്ഥലം ആരാ എടുക്കണം വഴിയില്ലാത്തെന്ന് പറയുമ്പോൾ സെബാസ്റ്റ്യൻ പറഞ്ഞ് ഇത് ഇവിടുന്ന് അവിടം വരെ എടുക്കാൻ ആസ്തിയുള്ള ആളാണെന്ന് പറഞ്ഞു. എന്നിട്ടാണ് പിന്നെ സ്ഥലം എടുക്കാൻ. സ്ഥലം എടുത്തത് റോസമ്മയുടെ പേരിലാണെന്നാണ് റിപ്പോർട്ട്. അതെ അല്ലേ? അല്ല റോസമ്മയുടെ ബാങ്ക് ലോണോ ഭർത്താവിൻ്റെ പെൻഷനോ ഗ്രാറ്റുവിറ്റി ആനുകൂല്യങ്ങളൊന്നും അല്ല. പെൻഷൻ കിട്ടുന്നുണ്ട്. കേരള ബാങ്കിൽ നിന്ന് ലോൺ എടുത്തെന്ന് പറയുന്നുണ്ട്. കേരള ബാങ്കിൽ നിന്നല്ല, അവിടെ നിന്നല്ലേ? അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇന്നാള് നോട്ടീസൊക്കെ വിട്ടായിരുന്നു. അതെ അല്ലേ? ഇതൊക്കെ ഒരു പ്രഹസനമാണെന്ന് പറയാം അല്ലേ? ഈ ലോൺ എടുക്കൊക്കെ പ്രഹസനമാണ് ആയിരിക്കും. കണ്ട് ചിരിക്കാത്തതിന് എല്ലാം വ്യക്തമാണ്. പുറത്തറിയാൻ പേടിക്കുന്നുണ്ട് ചേട്ടാ. അങ്ങനെ വല്ല സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ആൾ വില്ലാളി വീരനാണോ? അയാളാണല്ല, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പ്രവർത്തിക്കുകയല്ലോ. അതല്ലേ? ഇവിടെ നാട്ടുകാർ വരുമ്പം പുള്ളീനെ ഒരു ഭീതിയോടുകൂടിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇല്ല, ഇതൊക്കെ പിന്നീടെല്ലാം അറിയണം. അങ്ങനെയുള്ള ഇതൊന്നും ഈ പ്രശ്നം ബിന്ദു പത്മനാഭന്റെ കേസ് പിടിച്ചപ്പോഴല്ല ഇങ്ങനെ ഒരാളാന്ന് പറയാം. ഈ ബിന്ദു പത്മനാഭന്റെ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലാതെ ഈ ബിന്ദു പത്മനാഭൻ മിസ്സിങ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ നാട്ടിൽ അറിഞ്ഞപ്പം സെബാസ്റ്റ്യനെ നാട്ടിലുടനീളം സംശയിച്ചായിരുന്നോ? സെബാസ്റ്റ്യൻ വീട് ഇവിടെയല്ലല്ലോ. പിന്നെ ഇവിടെ വന്ന് അപ്പോഴാണ് ഇവിടെ ഇയാൾ വന്ന് സ്ഥലമൊക്കെ എടുത്ത ആളാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതല്ലേ? അപ്പം ഈ സെബാസ്റ്റ്യൻ ഇവിടെ JCB കയറ്റി പണിയിച്ചെന്ന് ചേട്ടൻ ഞാൻ കേട്ടായിരുന്നു. അങ്ങനെ JCB വേണം. അതെ അല്ലേ? ചേട്ടൻ കണ്ടായിരുന്നോ JCB പണിയിപ്പിക്കുന്നത്? എന്തിനു വേണ്ടി പണിയിപ്പിച്ച ചേട്ടാ? അത് അവിടെ സ്ഥലം വൃത്തിയാക്കാൻ വേണ്ടി ചെയ്യാനെന്നും പറഞ്ഞാൽ കാട് പിടിച്ചിറക്കാം. ഇതുപോലെ കാട് പിടിച്ചിറക്കാം. ഈ സ്ഥലത്ത് എന്താണെങ്കിലും തൂമ്പ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളമാണ്, മൊത്തം നീർച്ചാലാണ്. അതായത് നമുക്കൊരു
ഒരു വാഴ പോലും, ഒരു ഏത്തവാഴ പോലും കുഴി കുത്തി വെക്കാൻ പറ്റത്തില്ല. കുഴി കുത്തി വെച്ച് കഴിഞ്ഞാൽ കുഴിയിലേക്കല്ല, വെള്ളത്തിലേക്കാണ് വെക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ജഡം അങ്ങനെ ജഡം ഒരു പന്നിയേലി ചത്തു കഴിഞ്ഞാൽ അവരുടെ ആ സ്ഥലത്ത് ഒരു പന്നിയേലി ചത്തു കഴിഞ്ഞാൽ അത് കുഴിച്ചിടത്തില്ല. കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് പൊങ്ങി കിടക്കുകയുള്ളൂ, പൊങ്ങി വരുവുള്ളൂ. വീർത്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പൊങ്ങി വരുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു ശവശരീരങ്ങൾ മീൻസ് എന്തെങ്കിലും ജീവികളുടെ ആയിരിക്കാം കുഴിച്ചിടാനായിട്ടും ആ കോഴി ഫാം ഉപകരിക്കുകയല്ലേ ഉള്ളില്. അല്ല, പറമ്പിൻ്റെ ആ സമനില നിരപ്പിൽ നിന്ന് ഉയരത്തിലാണല്ലോ ആ തറ പണിതാക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും അവിടെ വേണമെങ്കിൽ കുഴിച്ചിടാൻ മേലെ വേണമെങ്കിൽ അതിൻ്റെ അകത്ത് നല്ല വിറ്റ്. ചേട്ടാ, ഈ പ്രദേശത്ത് നിന്ന് ഒരു ശവശരീരത്തിൻ്റെ മണം പൊന്തി വന്നെന്ന് ഈ നാട്ടിലുള്ളൊരു സ്ത്രീ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചേട്ടനെ ഇപ്പോൾ അയൽവാസിയാണല്ലോ, എന്താണെങ്കിലും ഒരു ഇങ്ങനൊരു സ്മെല്ല് വന്നു കഴിഞ്ഞാൽ, ഒരു ബാഡ് സ്മെല്ല് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് അറിയാനായിട്ട് പറ്റും, കാറ്റിക്കൂടെയൊക്കെ അറിയാനായിട്ട് പറ്റും. ആ ഒരു സ്മെല്ല് ചേട്ടന് കിട്ടിയായിരുന്നോ? അയൽവാസി ആയാറാണ് ചോദിക്കുന്നത് ഞാൻ. നാട്ടിലങ്ങനെ ഒരു സ്മെല്ലിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അപ്പം ഈ നാട്ടിൽ നിന്ന് തന്നെ ഒരാൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മനുഷ്യ ശരീരത്തിൻ്റെ രൂക്ഷമായ ഗന്ധമായിരുന്നെന്നാണ് പറഞ്ഞത്. ഇല്ലല്ലേ? നാട്ടിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെയാണെങ്കിൽ പഞ്ചായത്തൊക്കെ ഇവിടെ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ലേ? ഹെൽത്തിൽ നിന്നൊക്കെ വന്ന് മുനിസിപ്പാലിറ്റിയാ ഹെൽത്തിൽ നിന്നൊക്കെ ആണെങ്കിലും വന്ന് അന്വേഷിക്കുകയല്ലേ? അത് വരാതിരിക്കും അങ്ങനെ മണം വന്നു കഴിഞ്ഞാൽ? നിങ്ങൾ പറയാതിരിക്കുമോ ഇങ്ങനെ മണം? ഇല്ലല്ലേ? അതെല്ലേ? ഒരു പ്രാവശ്യമെങ്കിലും റോസനെയും സെബാസ്റ്റ്യനും തമ്മിൽ യാത്ര ചെയ്ത് കണ്ടിട്ടുണ്ടോ കാറയിൽ? ഞാനിവിടെ കടയൊക്കെ ആകുമ്പോൾ അറിയാൻ പറ്റുമല്ലോ, പറഞ്ഞുള്ള കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ, അല്ലാതെ പറയാൻ മടിക്കുന്നൊന്നുമല്ല. അതല്ലേ? ഓക്കെ ഏട്ടാ.